ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡിട്ട ആർട്ടമിസ് 2 സംഘം. അപ്പോളോ 13 സംഘത്തിന്റെ റെക്കോർഡാണ് ആർട്ടമിസ് 2 സംഘം മറികടന്നത്. 1970 ഏപ്രിൽ 14 റെക്കോർഡാണ് ആർട്ടമിസ് 2 സംഘം മറികടന്നത്. ചന്ദ്രനിൽ നിന്ന് 20,000 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയാണ് ഓറിയോൺ എന്ന പേടകമുള്ളത്. ഓറിയോൺ പേടകം ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് പ്രവേശിച്ചതോടെ ദൗത്യം നിർണായക ഘട്ടത്തിലെത്തി. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഒരു നിർണായകമായ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു തുടക്കത്തിനാണ് ആർട്ടമിസ് 2 സംഘം തുടക്കമിട്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡാണ് ഇപ്പോൾ ആർട്ടമിസ് 2 സംഘം നേടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ ഐസൺ. തീർച്ചയായും മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണങ്ങളുടെയും ബഹിരാകാശ മുന്നേറ്റങ്ങളുടെയും നിർണായകമായ ഒരു ഏടാണ് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. അതായത് ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 11:36 ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദൂരത്തിലേക്ക്, അതായത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ചന്ദ്രന്റെ അകലെയുള്ള ബഹിരാകാശ ദൂരത്തിലേക്ക് മനുഷ്യരെത്തുന്ന ഏറ്റവും നിർണായകമായ സംഭവം ഉണ്ടായത്. 4,06,000 കിലോമീറ്റർ. നേരത്തെ മൈലുകൾ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ലഭ്യമായിരുന്ന വിവരമെങ്കിൽ അത് കൃത്യമായി കിലോമീറ്ററുമായി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന് 4,00,000-ലേറെ കിലോമീറ്റർ ദൂരത്തേക്ക് മനുഷ്യൻ സഞ്ചരിച്ചു കഴിഞ്ഞു. ചന്ദ്രന്റെ അപ്പുറത്തേക്ക് എത്തുകയും ചെയ്തു. ചന്ദ്രന്റെ അപ്പുറത്തെത്തി ചന്ദ്രൻ ആ ഭാഗത്ത് നിന്ന്, അതായത് ചന്ദ്ര ഉപഗ്രഹത്തിന്റെ, ഭൂമിയുടെ ചന്ദ്രൻ എന്ന ഉപഗ്രഹത്തിന്റെ അപ്പുറത്ത് നിന്ന് മനുഷ്യൻ ഭൂമിയിൽ നിന്ന് കാണാത്ത ഭാഗത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഭൂമി ഉയർന്നു വരുന്നത്, അതായത് ചന്ദ്രൻ അപ്പുറത്തേക്ക് ഭൂമി ഉയർന്നു വരുന്ന നിർണായകമായ ദൃശ്യങ്ങളും നാസയിലെ സംഘം പകർത്തുകയുണ്ടായി. മറ്റൊരു നിർണായക ഘട്ടം എന്ന് പറയുന്നത് ഷാഡോ റീജിയൻ എന്നാണ് ഈ മേഖലയെ അറിയപ്പെടുക. അതായത് ചന്ദ്രന്റെ റേഡിയോ ബന്ധം, ഈ ബഹിരാകാശമായുള്ള റേഡിയോ ബന്ധം നിശ്ചലമാകുന്ന, അല്ലെങ്കിൽ അത് പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഷാഡോ റീജിയൻ ഉദ്ദേശിക്കുന്നത് ചന്ദ്രന്റെ അപ്പുറത്തുള്ള ഭാഗത്തേക്ക് കൃത്യമായി നമുക്ക് റേഡിയോ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാഹചര്യത്തിന് കൂടി ഇന്നലെ ഈ ബഹിരാകാശ പേടകം സാക്ഷിയായി. 40 മിനിറ്റോളം ഭൂമിയിൽ നിന്നുള്ള പൂർണ്ണമായ ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ബഹിരാകാശ പേടകം. അത് ചന്ദ്രന്റെ അപ്പുറത്തേക്ക് ചെന്ന്, അതായത് ഭൂമിയിൽ നിന്നും ചന്ദ്രൻ കാണുന്ന ഭാഗത്തിന് അപ്പുറത്തുള്ള, അതായത് മറ്റു മറുപാതിയിലേക്ക്, ചന്ദ്രന്റെ മറുപാതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ചന്ദ്രനെ വീക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ചെയ്ത ആ 40 മിനിറ്റ് ഭൂമിയിൽ നിന്നുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഓറിയോൺ പേടകം എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. 2 പ്രധാന സംഭവം ആയിരിക്കുന്നു. നിന്നും മനുഷ്യൻ സഞ്ചരിച്ച ഏറ്റവും വലിയ ദൂരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചന്ദ്രന്റെ മറുവശത്ത് മനുഷ്യൻ എത്തിയിരിക്കുന്നു. മറുവശത്ത് എത്തിയതിനു ശേഷം ഭൂമിയിൽ നിന്നുള്ള ചന്ദ്രന്റെ സൈഡിൽ നിന്നുള്ള ഭൂമിയുടെ ഉദയം പകർത്തിയിരിക്കുന്നു എന്നതും ഏറ്റവും നിർണായകമാണ്. ശരി.